നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിനെ അടിത്തറ മുതൽ ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. അകന്നു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും തുറന്ന മനസ്സോടെ പാർട്ടിയുടെ ഭാഗമാക്കുമെന്നും ഹക്കീം കുന്നിൽ. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നയിക്കുന്ന സംസ്ഥാനതല വാഹനജാഥയ്ക്ക് കാഞ്ഞങ്ങാട് തുടക്കം. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഭവന പുനർനിർമ്മാണ പദ്ധതിയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് ആക്ഷേപം. കാസർഗോഡ് നഗരസഭ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പ്രാദേശിക പത്രപ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനുള്ള ക്ഷേമ പദ്ധതികൾ വേണം. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന് പുതിയ ഭാരവാഹികൾ. K. ബാബുവിനെ പ്രസിഡന്റായും EB ജയകൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ സമ്മേളനം പെരിയയിൽ സമാപിച്ചു. മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല രാവണീശ്വരത്ത് നടന്നു. മുഖാരി മൂവാരി സമുദായത്തെ OBCയിൽ ഉൾപ്പെടുത്തണം. കാട്ടുകുളങ്ങര മേഖലാ സമ്മേളനത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ആശയപരമായി യോജിപ്പുള്ളപ്പോഴും പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകളെ തുറന്ന മനസ്സോടെ പാർട്ടിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളെ തുറന്ന മനസ്സോടെ പാർട്ടിയുടെ ഭാഗമാക്കാമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പറഞ്ഞു. അടിത്തറ മുതൽ ജില്ലയിലെ കോൺഗ്രസിനെ ശക്തമാക്കാൻ പരിശ്രമിക്കുമെന്നും ഹക്കീം കുന്നിൽ പറഞ്ഞു. ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വികസന കാഴ്ചപ്പാടോടുകൂടിയ നയസമീപനങ്ങൾ നടപ്പിലാക്കുമെന്നും ഹക്കീം കുന്നിൽ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഞാൻ പറയുന്നില്ല, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വഴികാട്ടിയായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തിലധികം ഈ പാർട്ടിക്ക് വേണ്ടി ഒരു സൊസൈറ്റിയുടെ ഡയറക്ടർഷിപ്പ് പോലും ആഗ്രഹിക്കാതെ, പാർട്ടിയുടെ ബൂത്ത് തലത്തിനപ്പുറത്തുള്ള പ്രവർത്തനങ്ങളിലെ ഭാരവാഹിത്വം പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ കൊച്ചു കൊച്ചു വേദനകളായി, ചെറിയ പ്രയാസങ്ങളായി മുഖ്യധാരയിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലമായി മാറി നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ ഒറ്റപ്പെട്ടതാവാം, വ്യാപകമായിട്ടുണ്ടാവാം. അതിൻ്റെ തോതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ തുറന്ന മനസ്സോടുകൂടി ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്ന തരത്തിൽ അവർ മാനസികമായി അടുക്കാൻ തയ്യാറാണെങ്കിൽ അവരെ കൂടി സ്വീകരിച്ച് മുമ്പോട്ട് പോകണം എന്നതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രഥമ യോഗത്തിൻ്റെ തീരുമാനം. UDF ഭരണകാലത്ത് എൻഡോസൾഫാൻ സെൽ യോഗത്തിൽ മന്ത്രി 1 മണിക്കൂർ വൈകിയെത്തിയാൽ പ്രതിഷേധം ഉയർത്തിയവർ ഇപ്പോൾ 6 മാസമായി സെൽ യോഗം ചേരാത്തതിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ടെന്നും ഹക്കീം കുന്നിൽ ചോദിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് K. ബാബു അധ്യക്ഷനായി. പ്രസ് ഫോറം സെക്രട്ടറി EB ജയകൃഷ്ണൻ സ്വാഗതവും പാക്കം മാധവൻ നന്ദിയും പറഞ്ഞു. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല വാഹനജാഥയ്ക്ക് തുടക്കം. കാഞ്ഞങ്ങാട്ട് നിന്നും ആരംഭിക്കുന്ന വാഹനജാഥ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ജാഥ ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ബാങ്ക് ലയന നീക്കങ്ങൾ ഉപേക്ഷിക്കുക, ജനങ്ങൾക്കാവശ്യമായ കറൻസികൾ ബാങ്കുകളിൽ എത്തിക്കുക, പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വാഹനജാഥകൾ സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നിന്നും ആരംഭിച്ച ജാഥ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. കറൻസി രഹിത പണമിടപാടുകളെ കുറിച്ച് പറയുന്നതിനു മുമ്പ് രാജ്യത്തെ നിരക്ഷരരെ എണ്ണിനോക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, അസോസിയേറ്റ് ബാങ്കുകൾ എന്ന് പറയുന്ന
State Bank of Mysore, State Bank of Hyderabad, State Bank of Bikaner and Jaipur, State Bank of Patiala, SBT. ഇത്രയും ബാങ്കുകളെയാണ് SBIയുമായി ലയിപ്പിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ബാങ്ക്? 27 പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് 5 വൻകിട ബാങ്കുകളാക്കി മാറ്റുക എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം. ബാങ്കിംഗ് രംഗത്ത് പരിഷ്കാരങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ചർച്ചകളും ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. ദേശസൽക്കരണത്തിന് ശേഷം ഇത്തരം ചർച്ചകൾ ആരംഭിക്കുന്നത് 1991 മുതലാണ്. ബെഫി സംസ്ഥാന പ്രസിഡന്റും ജാഥ ലീഡറുമായ ടി നരേന്ദ്രൻ എളമരം കരീമിൽ നിന്നും പതാക ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ ഡിസംബർ 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ജാഥയുടെ സമാപനത്തിന് ശേഷം ഡിസംബർ 23 രാവിലെ തിരുവനന്തപുരം SBI ലോക്കൽ ഹെഡ് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും സംഘടിപ്പിക്കും. ബഹുജന മാർച്ച് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്യും. ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ AK നാരായണൻ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രാഘവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ പദ്ധതിയായ ഭവന പുനർനിർമ്മാണ പദ്ധതിയുടെ ഫണ്ട് മുനിസിപ്പൽ കൗൺസിലർമാർ ദുരുപയോഗം ചെയ്തെന്ന പരാതിയെ തുടർന്ന് കാസർഗോഡ് നഗരസഭ ഓഫീസിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. നിർധനരായ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച 2015-16 വർഷത്തെ ഭവന നിർമ്മാണ പദ്ധതിയിലെ തുക മുനിസിപ്പൽ കൗൺസിലർമാർ ദുരുപയോഗം ചെയ്തെന്ന പരാതിയെ തുടർന്നാണ് കാസർഗോഡ് വിജിലൻസ് DYSP രഘുരാമിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭ ആസ്ഥാനത്ത് മിന്നൽ പരിശോധന നടത്തിയത്. ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഫയലുകളും വിജിലൻസ് പിടിച്ചെടുത്തു. കാസർഗോഡ് GHM അഴിമതി വിരുദ്ധ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകിയത്. കേരളത്തിലെ സാധാരണക്കാർക്ക്, ഏറ്റവും നിർധനരായ ആൾക്കാർക്ക് സർക്കാരിന്റെ പദ്ധതിയാണ് ഈ പാവപ്പെട്ട വീടുകളൊക്കെ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന 25,000 രൂപ. അത് ഒരു അർഹതയുമില്ലാത്ത, മാനദണ്ഡം പാലിക്കാണ്ട് ജനപ്രതിനിധികൾ മാത്രം കൈയിട്ട് വരുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ സഹിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇതിൻ്റെ പരാതി ഞങ്ങൾ വിജിലൻസിന് അയക്കുകയും സാർ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഉടനെ നടപടി എടുക്കുകയും ചെയ്തു. ഇതേ പരാതി ഞങ്ങൾ കേരള മുഖ്യമന്ത്രിക്കും അയച്ചിട്ടുണ്ട്. പരാതി കൊടുത്ത സാഹചര്യത്തിൽ GHM പ്രവർത്തകരുടെ ജീവന് ഭീഷണി ഉയർത്തിയതായും പ്രവർത്തകർ പറയുന്നു. പ്രാദേശിക പത്രപ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ നടപടി വേണമെന്ന് പ്രസ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റായി K ബാബുവും സെക്രട്ടറിയായി EV ജയകൃഷ്ണനും ചുമതലയേറ്റു. പ്രാദേശിക പത്രപ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി സർക്കാർ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. പ്രസ് ഫോറം സെക്രട്ടറി N ഗംഗാധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മാധ്യമപ്രവർത്തകരായ KV ബൈജു, EV ജയകൃഷ്ണൻ, അനിൽ പുളിക്കാൽ, ബാബു കോട്ടപ്പാറ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, T മുഹമ്മദ് അസ്ലം, മാനുവൽ കുറിച്ചിത്താനം, N ഗംഗാധരനും ഉപഹാരങ്ങൾ കൈമാറി. P പ്രവീൺകുമാർ, K ബാബു, EV ജയകൃഷ്ണൻ, ജോയ് മാരൂർ, ഫസൽ റഹ്മാൻ, അനിൽ പുളിക്കാൽ, മാധവൻ പാക്കം എന്നിവർ സംസാരിച്ചു. K ബാബുവിനെ പ്രസിഡന്റായും P പ്രവീൺകുമാറിനെ വൈസ് പ്രസിഡന്റായും EV ജയകൃഷ്ണനെ ജനറൽ സെക്രട്ടറിയായും TK നാരായണനെ ജോയിന്റ് സെക്രട്ടറിയായും മാധവൻ പാക്കത്തെ ഗജാൻജിയായും തെരഞ്ഞെടുക്കുകയുണ്ടായി. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ സംസ്ഥാന സമ്മേളനം 29 മുതൽ കോട്ടയത്ത് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം പെരിയയിൽ നടന്നു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ പ്രതിനിധി സമ്മേളനം പെരിയ കായക്കുളം ശ്രീ വിഷ്ണു ക്ലബ് ഹാളിലാണ് നടന്നത്. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ
ചെയർമാൻ ഉൾപ്പെടെ തീരുമാനിച്ചു എന്നാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ആ വിഷയങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കാനും എന്താണ് ഇതിൻ്റെ സ്ഥിതിയെന്ന് അന്വേഷിച്ച് കണ്ടെത്താനും അത്തരമൊരു ക്ഷേമനിധിയുടെ ആവശ്യകത സർക്കാരിന് ബോധ്യപ്പെട്ടെടുത്ത തീരുമാനമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമായ നടപടികൾ ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിക്കട്ടെ. സമൂഹത്തിലെ ഏറ്റവും ആവശ്യത അനുഭവിക്കുന്നൊരു വിഭാഗം തൊഴിലാളികളാണ് മൺപാത്ര തൊഴിലാളികൾ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പരമ്പരാഗതമായി ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിച്ച് സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങൾ പേറി നടക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇത് എന്നതിൽ സംശയമില്ല. KMSS ജില്ലാ പ്രസിഡന്റ് ടി വി മോഹനൻ അധ്യക്ഷനായി. KMSS സംസ്ഥാന സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. വി പ്രഭാകരൻ മാസ്റ്റർ, ജയറാം പ്രകാശ്, പീതാംബരൻ, കെ ഭാസ്കരൻ, PV ശ്രീധരൻ, KK നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹോദയ സ്കൂൾ കായികമേളയ്ക്ക് പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ സമാപനം. 2 ദിവസങ്ങളിലായി നടന്ന മേളയിൽ 23 സ്കൂളുകളിൽ നിന്നായി 900ഓളം കുട്ടികൾ മാറ്റുരയ്ക്കാനെത്തി. സാന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ പടുപ്പ് ജേതാക്കളായി. രണ്ട് ദിവസങ്ങളിലായി പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്നുവന്ന സഹോദയ സ്കൂൾ ജില്ലാതല കായികമേള സമാപിച്ചു. ജില്ലയിലെ വിവിധ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് കായിക താരങ്ങൾ മത്സരിക്കാനെത്തി. സാർജിയോ സെൻട്രൽ സ്കൂൾ പടുപ്പ് ചാമ്പ്യന്മാരായി. വിജയികൾക്ക് നവോദയ പ്രിൻസിപ്പൽ KM വിജയകൃഷ്ണൻ സമ്മാന വിതരണം നടത്തി. Then contestants remain by not taking care of the animals, I will not be able to give. But they have taken almost all the care, and I am happy. And because of the care and concern towards the Vidyalaya or attachment to our Vidyalaya. സഹോദയ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പ്രിയ, അത്ലറ്റിക് മീറ്റ് കൺവീനർ MK സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. രാവണേശ്വരം മുക്കോടിൽ നടന്ന ശില്പശാല M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. രാവണേശ്വരം മുക്കൂടിൽ വെച്ച് നടന്ന ശില്പശാല M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി മലയാളികളുടെ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ കമ്മിറ്റിയിലെ ഒരംഗം കൂടിയാണ് ഞാൻ. നിയമസഭാ സമിതി 3 യോഗങ്ങൾ ഇതിനകം തന്നെ ചേർന്നു കഴിഞ്ഞു. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും പ്രശ്നപരിഹാരത്തിനായി ഒരു ഗവൺമെന്റ് ഫലപ്രദവും കാര്യക്ഷമമായ രീതിയിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിൽ കേരള നിയമസഭയിൽ പ്രവാസി പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോഴും വിവിധ ഘട്ടങ്ങളിൽ പരാമർശിക്കപ്പെട്ടപ്പോഴുമൊക്കെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള മറുപടി മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിട്ടുള്ളത്. പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ കാപ്പിൽ അധ്യക്ഷനായി. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി P നാരായണൻ, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, A കൃഷ്ണൻ, B ബാലകൃഷ്ണൻ, M ബാലകൃഷ്ണൻ, C രവി, O മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലാ പോർട്ട് ഡ്രഡ്ജിംഗ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തുറമുഖ വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മണൽവാരൽ സ്വകാര്യവൽക്കരണ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സമരം സൂചനയാണ്.
മണൽ വാരാനുള്ള പരമ്പരാഗത തൊഴിലാളികളുടെ അവകാശം വൻകിട സ്വകാര്യ കുത്തക കമ്പനികൾക്ക് നൽകുവാനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് NA നെല്ലിക്കുന്നം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ഭരണകർത്താക്കളായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായാലും ഒക്കെ നമ്മൾ സാധാരണക്കാരന്റെ കൂടെ നിൽക്കണം. സാധാരണക്കാരന് ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇത്രയും കുടുംബങ്ങൾ ഈ ജില്ലയിൽ പട്ടിണിയിലാവുക എന്ന് വെച്ചാൽ അപ്പോൾ അത് നമുക്കൊരിക്കലും അനുവദിക്കുവാൻ സാധിക്കുകയില്ല. ഏത് നിയമത്തിൻ്റെ പേരിലാണ് ഈ കുടുംബം പട്ടിണിയിലാകുന്നതെങ്കിൽ ആ നിയമത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളും പൂർണ്ണ പിന്തുണ അറിയിച്ചു. ചടങ്ങിൽ ഹനീഫ് നെല്ലിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. മുനമ്പത്ത് ഗോവിന്ദൻ, PG ദേവ്, ഷെരീഫ് കൊടവഞ്ചി, PA നായർ, ഫൈസൽ കോളിയടുക്കം, ശ്രീനിവാസൻ, VV ചന്ദ്രൻ, KK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരമ്പരാഗത മണൽവാരൽ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും തൊഴിലിലെ പോരായ്മ പരിഹരിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സഹകരണ മേഖലാ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് മോട്ടോർ വർക്കേഴ്സ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സഹകരണ മേഖലാ സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗൃഹസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. ലക്ഷ്മി നഗറിൽ നടന്ന ഗൃഹസമ്പർക്ക പരിപാടി സംഘം പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി K ബീന, KV ലക്ഷ്മി, CH കുഞ്ഞമ്പു, M നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സ്പോർട്സ് മീറ്റ് 2016 സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത്. കേരള NGO യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാ സ്പോർട്സ് മീറ്റ് 2016 സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സ്പോർട്സ് മീറ്റ് സംസ്ഥാന കമ്മിറ്റി അംഗം M ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. V ചന്ദ്രൻ അധ്യക്ഷനായി. KP ഗംഗാധരൻ, K ബാലകൃഷ്ണൻ, K അനിൽകുമാർ, ഭാനു പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്ന് ആവശ്യം. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. അഡോട്ട് AKG ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കൺവെൻഷൻ അഡോട്ട് AKG ഭവനിൽ വെച്ചായിരുന്നു നടന്നത്. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, കറൻസി ക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറി ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇതായിരുന്നു. എന്നാൽ നമ്മുടെ അന്നത്തെ തൊഴിലാളികളും ഇന്നത്തെ തൊഴിലാളികളും വെച്ച് നോക്കുമ്പോൾ അന്നത്തെ തുടങ്ങുമ്പോഴുണ്ടായ തൊഴിലാളികളെ അതിന്റെ എത്രയോ ഇരട്ടി തൊഴിലാളികളിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 തൊഴിലാളികളുടെ വാർഡിൽ ഇപ്പോൾ 200-300 തൊഴിലാളികളുടെ അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. 10-20 തൊഴിലാളികളുടെ വാർഡുകളിൽ 100-150 തൊഴിലാളികൾ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫണ്ട് കൂലി വേണ്ടോ, അതനുസരിച്ചുള്ള ഫണ്ട് കിട്ടുന്നിട്ടാണോ ഇത് നടത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അതിനാവശ്യമായ ഫണ്ട്. K ശോഭ അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം V നാരായണൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി മെമ്പർ KV കമലാക്ഷി, TV പത്മിനി, P കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖാരി മൂവാരി സമുദായ സംഘം കാട്ടുകുളങ്ങര യൂണിറ്റ് സമ്മേളനം നടന്നു. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചാണ് സമ്മേളനം നടന്നത്. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. കാസർഗോഡ് ADM K അംബുജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും അത് 100% ശരിയാണ്. കാരണം ഒരു കാലത്ത് ഒരു ആനുകൂല്യം ലഭിക്കുകയും പിന്നീട് ആ ആനുകൂല്യം ഇല്ലാതാവുകയും വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു മീറ്റിംഗ് ഇവിടെ ചേരുന്നത്. അത് സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം കൂടി ഞാൻ ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതിന് നേതാക്കന്മാർക്ക് അറിയുന്ന കാര്യമാണ്, എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി അത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ 1950 കാലഘട്ടത്തിലാണ് ജാതി വ്യവസ്ഥ പ്രകാരം റിസർവേഷൻ ആനുകൂല്യങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കുന്നത്, ജാതി ലിസ്റ്റുകൾ വരുന്നത്. ഈ ക്ഷേത്രസന്നിധി ശ്രീ കിഴക്കേ യൂണിറ്റ് സമ്മേളനം ആദരിക്കുകയാണ്. ശ്രീ കുതിരക്കാളിയമ്മ ക്ഷേത്രത്തിന്റെ എല്ലാമായ പൂജാരി ശ്രീ കുഞ്ഞിരാമൻ പൂജാരി അവർകൾ നമ്മുടെ സമുദായത്തിനും ക്ഷേത്രത്തിനും അഭിമാനം. യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻ എക്കാൽ അധ്യക്ഷനായി. ചടങ്ങിൽ ക്ഷേത്രേശ്വരന്മാരെയും ആചാരക്കാരെയും ആദരിച്ചു. രാജ്മോഹൻ മാസ്റ്റർ നീലേശ്വരം മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി CV വസന്തകുമാർ, എക്കാൽ കുഞ്ഞിരാമൻ, ശാരദ കാട്ടുകുളങ്ങര, ബാലകൃഷ്ണൻ, രവീന്ദ്രൻ KV, രാജീവൻ KV തുടങ്ങിയവർ സംസാരിച്ചു.
കാളിക ഭഗവതി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ജനറൽ ബോഡി യോഗം നടന്നത്. കാളിക ഭഗവതി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി. അശോകൻ, സുബ്രഹ്മണ്യൻ, സി മുത്തു, ബാലകൃഷ്ണൻ, ദിവാകരൻ, എം സി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെയും വിവിധ ക്രിസ്തീയ സഭാ സമൂഹങ്ങളുടെയും നേതൃത്വത്തിൽ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ക്രിസ്തീയ സഭാ സമൂഹങ്ങളുടെ സംയുക്ത ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ മന്ത്രി ക്രിസ്മസ് കേക്ക് മുറിച്ചു. നമുക്ക് എപ്പോഴും പറയാൻ കഴിയണം, സമാധാനത്തിന്റെ സന്ദേശവുമായി മുന്നോട്ട് പോകാൻ. മനുഷ്യ സമുദായത്തിന്റെ ഉയർച്ചയെയും വളർച്ചയെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭൂമുഖത്തെ അതിനുവേണ്ടിയുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സംഭാവന ചെയ്തവരുടെയും പ്രവർത്തനങ്ങൾ വൃഥാവിലാകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയണം. അവരുടെ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ആശയ പ്രചരണവുമെല്ലാമാണ് മനുഷ്യ സമുദായത്തിന്റെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന യാത്രയിലെ ഏറ്റവും വെളിച്ചം പകരുന്ന ഓരോ സംഭവങ്ങൾ എന്ന് നമുക്ക് എടുത്തു കാണിക്കാനുണ്ട്. തുടർന്ന് നടന്ന ക്രിസ്മസ് അനുസ്മരണ സമ്മേളനത്തിൽ മംഗളൂരു രൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ സെനിസ് മോറസ് പ്രഭു അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ മാണിമേൽ വട്ടം, ബേള ഫെറോനോ പള്ളി വികാരി ഫാദർ വിൻസെന്റ് ഡിസ്യൂസ, ഫാദർ എ മാത്യു, ഫാദർ DS മത്തായി, ഫാദർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലൂ കോർവുഡ് കാർവിംഗ് ആൻഡ് ഡിസൈനിംഗ് കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. ബാറ്റ ഷോറൂമിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. ബ്ലൂ കോർ വുഡ് കാർവിംഗ് ആൻഡ് ഡിസൈനിംഗ് കാഞ്ഞങ്ങാട് ദേവൻ റോഡിലെ ബാറ്റ ഷോറൂമിന് സമീപത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വുഡ് ഡോർ, സ്റ്റെയർ കേസ്, വോൾ പാനൽ, പ്ലൈവുഡ്, MDF, HDF, മൾട്ടിവുഡ് എന്നിവ ഇവിടെ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിനെ അടിത്തറ മുതൽ ശക്തമാക്കുമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. അകന്നു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും തുറന്ന മനസ്സോടെ പാർട്ടിയുടെ ഭാഗമാക്കുമെന്നും ഹക്കീം കുന്നിൽ. സഹകരണ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നയിക്കുന്ന സംസ്ഥാനതല വാഹനജാഥയ്ക്ക് കാഞ്ഞങ്ങാട് തുടക്കം. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ഭവന പുനർനിർമ്മാണ പദ്ധതിയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന് ആക്ഷേപം. കാസർഗോഡ് നഗരസഭ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പ്രാദേശിക പത്രപ്രവർത്തകരുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനുള്ള ക്ഷേമ പദ്ധതികൾ വേണം. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന് പുതിയ ഭാരവാഹികൾ. K ബാബുവിനെ പ്രസിഡന്റായും EB ജയകൃഷ്ണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ സമ്മേളനം പെരിയയിൽ സമാപിച്ചു. മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് എത്തിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല രാവണിശ്വരത്ത് നടന്നു. മുഖാരി മൂവാരി സമുദായത്തെ OBCയിൽ ഉൾപ്പെടുത്തണം. കാട്ടുകുളങ്ങര മേഖലാ സമ്മേളനത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.